ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കണ്ണൂർ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഗ്രീൻ ക്രോപ്പ് ടോപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കേർട്ടും ചപ്പൽസും പിന്നെ ബോക്സ് ബാഗും. ഞാൻ പോണിറ്റയിലായിരുന്നു മുടി കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും സ്കൂട്ടിയിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു 12 മണി വരെ. അപ്പോൾ നമ്മൾ 12 മണിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പോകുന്ന വഴി ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ വലിയ എന്തോ ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സെൽഫി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സെൽഫി എടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് ശരിക്കും ഞങ്ങൾ കാഴ്ച കാണാനാണ് പോയിരുന്നത്. പക്ഷേ അച്ഛൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്കൊരു സ്ഥലത്ത് കയറണമായിരുന്നു. അപ്പോൾ അവിടേക്ക് കയറിയിട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ കയറി വരുമ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ കാർത്തികയിൽ കയറി. വന്ന് കയറുമ്പം തന്നെ വലിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അപ്പോൾ അവിടെ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. അപ്പം ഞാൻ സാധാ നോർമൽ ചോറും അമ്മ ചട്ടിച്ചോറും ആയിരുന്നു പറഞ്ഞത്. ഞങ്ങൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം എൻ്റെ ഇല വന്നു. ഞാൻ ജഗ്ഗിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് തുടച്ചു. അപ്പം എൻ്റെ ചോറ് വന്നു. പിന്നെ ഞാൻ കറി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുഴിയൊക്കെ കുഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ വാഴയിലരി ചോറ് വന്നുമ്പോൾ കുഴി കുഴിച്ച് വെച്ചിട്ട് കറി വിളമ്പുന്നു. പിന്നെ ചമ്മന്തി വന്നു, കൂട്ടുകറി വന്നു. പക്ഷെ കൂട്ടുകറി കടലിട്ടിട്ടുണ്ടായിരുന്നില്ല, വൻപയറായിരുന്നു ഇട്ടത്. പിന്നെ ക്യാരറ്റ് ഉപ്പേരിയും മാങ്ങാച്ചാറും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മയുടെ ചട്ടിച്ചോറ് വന്നത്. അത് വന്ന പാടന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് അതിൽ പപ്പടം തരണം. പപ്പടവും പിന്നെ അവിടെ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ടൊരു മാങ്ങ കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വന്ന പാട് തന്നെ അമ്മയോട് പറഞ്ഞു പപ്പടം എനിക്ക് വേണമെന്ന്. അപ്പം അമ്മ പപ്പടം എനിക്ക് എടുത്ത് തന്നു. പിന്നെ ഞങ്ങൾക്ക് സംഭാരവും പായസവും വന്നു. അമ്മക്ക് സംഭാരം ഉണ്ടായിരുന്നില്ല ഗൈസ്, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കൊരു കുഞ്ഞ് സന്തോഷം വന്നു അമ്മക്കില്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ആവോലി ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അമ്മയുടെ നിന്ന് മേടിച്ച പപ്പടം. അപ്പോൾ അങ്ങനെ ആവോലി ഫ്രൈ ഒക്കെ വന്നു. അപ്പം ഞാൻ എല്ലാം കൂടി എടുത്തിട്ട് ഒരു ഉരുളങ്ങ് എടുക്കുകയാണ്. മീനും കൂട്ടുകറിയും ചമ്മന്തിയും മാങ്ങാച്ചാറൊക്കെ ആയിട്ട്. അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇതുവരെ ചട്ടിച്ചോറ് കഴിച്ചിട്ടില്ല. അപ്പം അമ്മേനോട് പറഞ്ഞു എനിക്ക് ചട്ടിച്ചോറ് എനിക്ക് വായിൽ വെച്ച് തരുന്നു. അപ്പം അമ്മ എനിക്കൊരു ഉരുളെടുത്ത് വായിൽ വെച്ച് തന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്ക് ചട്ടിച്ചോറ് തരുമോ? എന്നിട്ട് അമ്മ പറഞ്ഞു വേണ്ട, അത് കഴിച്ചാൽ മതി. അമ്മ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ നിന്ന് മുട്ടയൊക്കെ എടുക്കുകയാണ് കേട്ടോ. മുട്ട ഉണ്ടായിരുന്നു അമ്മക്ക് 3 മീൻ ഉണ്ടായിരുന്നു. മത്തി, അയില, ചെമ്മീൻ കറി, ചെമ്മീൻ ഫ്രൈ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സെയിം സംഭവങ്ങൾ തന്നെ ആയതുകൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയുടെ കാലിയായി. ഞാൻ അത് അമ്മേൻ്റെ അടുത്ത് ആ മാങ്ങ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള ആ മാങ്ങയായിരുന്നു. നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സംഭാരം കുടിക്കുകയായിരുന്നു കേട്ടോ. സംഭാരം കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെയുള്ള ആ ഹോട്ടലിലെ കാർഡ് എടുത്ത് കളിക്കുമായിരുന്നു ഞാൻ. പിന്നെ ക്രിസ്മസ് ട്രീൻ്റെ മുമ്പിൽ നിന്ന് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹെൽമെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ സ്കൂട്ടി എടുക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ക്യാമറ തിരിച്ച് പിടിച്ചിട്ട് ആണ് എടുക്കുന്നത്. പിന്നെ ഇപ്പം ഞങ്ങൾ പോകുന്നത് കാഴ്ചയിലേക്കാണ് കേട്ടോ. വീണ്ടും ഞാൻ അങ്ങനെ തന്നെ തലതിരിച്ച് പിടിച്ചിട്ട് എടുക്കുകയാണ്. അപ്പോൾ എനിക്ക് സെൽഫി എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനൊരു SP ആണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷൻ കണ്ടത്. ഇത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മേനെയൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇപ്പോൾ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് 2 മണിക്കാണ്. ഞങ്ങളവിടെ 1:15 തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ മുഴുവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഫസ്റ്റ് തന്നെ കാണുമ്പോൾ കുറേ ഫ്ലവേഴ്സാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, റിയൽ അല്ല. അപ്പോൾ എനിക്ക് അവിടുത്തെ ആ പച്ചപ്പ് പിടിച്ച പോലെയാണ് കേട്ടോ തോന്നിയത്. ഫസ്റ്റത്തെ ആ കൊട്ടാരമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പച്ച ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ശരിക്കും തോന്നിയത് ഒരു കോട്ടയാണ് കേട്ടോ. പച്ചപ്പൊക്കെ പിടിച്ച കോട്ടയാണ്. അപ്പോൾ
ഫ്ലവേഴ്സ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഫ്ലവേഴ്സ് എല്ലാം റിയൽ ആണെന്ന്. എന്നിട്ട് റോസാപ്പൂ മണപ്പിച്ച് നോക്കിയപ്പോഴാണ് ഗൈസ് റോസാപ്പൂവിൽ എന്തോ മരുന്നടിക്കുന്ന മണം കിട്ടിയത്. അപ്പാടി ഞാൻ അങ്ങ് പോയി. പിന്നെ ഞാൻ ബോറടിച്ച് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. 2 മണിക്ക് ഷോ ആയതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. 5 വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റില്ല, മുകളിലുള്ളവർക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഷോ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് കുറേ വന്നിട്ടുണ്ടായി. കുറേ കാറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് നമ്മൾ കണ്ടത് എന്തായിരുന്നു, ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരു വാതിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ തന്നെ തുറന്നിട്ടിട്ട് കയറുകയാണ്. ഫസ്റ്റ് കയറിയപ്പോൾ കുറേ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചുണ്ടാക്കിയ കുറേ ശില്പങ്ങളാണ് കണ്ടത്. മയിൽ, ഗിറ്റാറ്, 2 ലവ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞ വാതിൽ. അത് ഞാൻ 2 കൈ വെച്ച് ഇങ്ങനെ തുറന്നു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട്. മയിലും 2 ഹേർട്ടും ഒരു കുഞ്ഞ് ഹൗസും പിന്നെ ഉണ്ടായിരുന്ന ട്രെയിനും 2 ലവിൻ്റെ പകുതിയും ലവിൻ്റെ ഉള്ളിലില്ലാത്ത പോർഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാലം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ വീടും പിന്നെ മയിലും പിന്നെ ട്രെയിനും ആയിരുന്നു. പിന്നെ ആ പാലം പോലത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ കുറേ സമയം ഇങ്ങനെ കയറി ഇറങ്ങി ഒരു 10-15 പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് എന്നെല്ലാം. പക്ഷെ ഞാൻ ഗിറ്റാറിൻ്റെ കൂടെയും ആ 2 ഹേർട്ടിൻ്റെ കൂടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്കത് 3ഉം ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം ഞാൻ ആ വീടിൻ്റെ അവിടെ കുറച്ച് പൂ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് പൂ എടുത്ത് മറിച്ച് മുഖത്ത് വെച്ചിട്ടാണ് ഫുൾ മുഖം മറങ്ങിയിട്ടാണുള്ളത്. കുറച്ച് ഗ്യാപ്പ് കാണിക്കുക. അപ്പോൾ ഞാൻ ഗ്യാപ്പൊക്കെ കാണിച്ചു. പിന്നെ ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ നിന്നാണ് കേട്ടോ ഫോട്ടോ എടുത്തത്. എനിക്ക് ട്രെയിനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ കയറുമ്പോൾ കുറേ ആനിമൽസാണ് ഉള്ളത്. ആനിമൽസിൻ്റെ തല, കാല, അങ്ങനത്തെ ഇതൊക്കെ അനങ്ങും. ഫസ്റ്റ് ക്യാമലായിരുന്നു. ഇത് ബഫല്ലോ ആണെന്ന് തോന്നുന്നു. ബഫല്ലോ ആണോ ബുള്ളാണോ എനിക്ക് തിരിഞ്ഞില്ല. ബഫല്ലോ ആണെന്ന് തോന്നുന്നു. പിന്നെ എലിഫൻ്റ് ഉണ്ടായിരുന്നു, 2 ടൈഗർ ഉണ്ടായിരുന്നു, അടി കൂടുന്ന 2 ടൈഗർ ഉണ്ടായിരുന്നു, മാൻ ഉണ്ടായിരുന്നു. പിന്നെ വേറെ തന്നെ ഒരു വലിയ ടൈഗർ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ തന്നെ നോക്കി നിന്നിട്ട് ഇങ്ങനെ ഗർജിക്കുന്നൊരു ടൈഗർ. ഇതാണ് ഞാൻ പറഞ്ഞ 2 സിബ്ലിങ്സ് ടൈഗർ. പിന്നെയും ആനയുണ്ടായിരുന്നു, വലിയ ആനയായിരുന്നു കേട്ടോ എല്ലാം. പിന്നെ ടൈഗറിൻ്റെ ഇപ്പുറത്താണ് പാൻഡി ഉണ്ടായത്. അപ്പോൾ ഇവർ 2 ആളും ആണ് കേട്ടോ സിബ്ലിങ്സ്. പാൻഡി ഉണ്ടായിരുന്നു. പാൻ്റെ കൈ മാത്രം ഇങ്ങനെ ആട്ടുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാൻഡിനെ. പാൻഡ കുറച്ച് വലുതായിരുന്നു കേട്ടോ. പിന്നെ പാൻഡിൻ്റെ ഇപ്പുറത്തുണ്ടായിരുന്നത് സിംഹമാണ്. അപ്പോൾ സിംഹത്തിൻ്റെ ഇപ്പുറം വീണ്ടും ആനയായിരുന്നു. അതിൻ്റെ മേലെ പിന്നെ ഒരു പാറ കഷ്ണമായിരുന്നു. അവിടെ ഒരു പുലിയും അതിൻ്റെ ചുറ്റും കുറേ 2 ബാറ്റ്സും പറക്കുന്നുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ഡൈനോസർ ഉണ്ടായിരുന്നു. ഡൈനോസർ നാവ് ഇങ്ങനെ നിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. 2 ബാറ്റ്സ് ഉണ്ട്. പിന്നെ ടൈഗറിൻ്റെ മുകളിലുള്ള വലിയൊരു പുലി. പിന്നെ നമ്മളെ കരടി ഉണ്ടായിരുന്നു. കരടി ഞാൻ അതിലൂടെ പോകുമ്പോൾ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് നമ്മളെ ബുള്ളുണ്ടായിരുന്നത്, കാള. ഇപ്പോഴാണ് എനിക്ക് തിരിഞ്ഞത് ഇത് കാള എവിടെയാണ്, അത് ബഫല്ലോ ആണ്. അപ്പം ഞങ്ങൾ ബുള്ളിനോട് ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ അവതാർ മൂവീൻ്റെ 2 ക്യാരക്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞി കുടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഫാമിലിയാണ് കേട്ടോ. അവിടെ ഇരിക്കുന്നത് അമ്മേൻ്റെ തൊട്ടിപ്പുറത്ത് മോള്. പിന്നെ അവിടെ വടിയും ചൂണ്ടിയിരിക്കുന്നത് അച്ഛനാണ്. പിന്നെ ഒരു കൊച്ച ഉണ്ടായിരുന്നു, കൊക്കാണ്. പിന്നെ വേറെ ഒരാൾ വടിയും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു. മാനുണ്ട്. മേലെയാണ് കേട്ടോ ഈ ഒരു കുടിൽ വരുന്നത്. ട്രീ ഹൗസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് റോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജിറാഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ കങ്കാരു ആയിരുന്നു കണ്ടത്. പക്ഷേ കങ്കാരുവിനെ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് റാബിറ്റ് ആണെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഉള്ളിലൊരു കുട്ടി ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് എനിക്ക് അത് കങ്കാരു ആണെന്ന് തിരിഞ്ഞത്. പിന്നെയും വീണ്ടും ഒരു എലിഫൻ്റ് ഉണ്ടായിരുന്നു. കുറേ മാനുണ്ടായിരുന്നു. മാന് വെള്ളം കുടിക്കായിരുന്നു കേട്ടോ വാട്ടർഫാളിൽ നിന്ന്. അപ്പോൾ വലിയ ഷിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, പൈററ്റ് ഷിപ്പ് വലിയതായിരുന്നു.
അപ്പോൾ വെള്ളം വീഴുന്നതിൽ നിന്ന് മാൻ വെള്ളമൊക്കെ കടിച്ച് കഴിഞ്ഞ് ഒരു മാൻ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്ത് കളഞ്ഞിട്ട് പേടിയായിട്ടോ പെട്ടെന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടത്. ഹിപ്പോപ്പൊട്ടാമസിനെ കണ്ടപ്പോൾ അത് അമ്മേനെ തുറിച്ചിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ വേഗം നടന്നോ അല്ലെങ്കിൽ അമ്മേനെ പിടിച്ച് തിന്നു അത്. എന്നിട്ട് അമ്മ പറഞ്ഞു, പൊട്ടിത്തരം വഴിയല്ലേടിന്ന്. അപ്പോൾ ഇതായിരുന്നു അവതാറിലെ 2 ക്യാരക്ടർ. പിന്നെ ഒരു വലിയ ഡൈനോസർ ഉണ്ടായിരുന്നു. ഈ ക്യാരക്ടേഴ്സിൻ്റെ നെയിം അറിയത്തില്ല. ഞാൻ അപ്പോഴത്തേക്കും ആ 2ാമത്തെ ക്യാരക്ടറിൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഒരു ഗേളും ബോയായിരുന്നു തോന്നുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അതിൻ്റെ സെക്കൻഡ് പോർഷനിൽ കയറിയപ്പോൾ പറശ്ശിനിക്കടവ് അങ്ങനത്തെ കുറേ അമ്പലങ്ങളും കളരി അങ്ങനത്തെ ഇതൊക്കെ ആയിരുന്നു കണ്ടത്. കുറേ ക്ഷേത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടത്. വയലുകളും യുദ്ധങ്ങളൊക്കെ ആയിരുന്നു കണ്ടത്. ഗൈസ്, ഞാൻ ടൂർ പോയി വന്ന് അപ്പോൾ വോയിസ് ഓവർ ഞാനാണ് ബാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഫുൾ വൈബായിരുന്നു. ഫുൾ കടലിൻ്റെ വെള്ളത്തിൻ്റെ ഒക്കെ ഒരു വൈബായിരുന്നു. പിന്നെ ഫർണിച്ചർ ഉണ്ടായിരുന്നു അവിടെ കയറിയിട്ട് ഓരോ നോക്കായിരുന്നു. വിലക്കുറവായിരുന്നു, നല്ല വിലക്കുറവായിരുന്നു. അതുകൊണ്ട് വെറുതെ അമ്മ ഷെൽഫും ഡൈനിങ് ടേബിളും പിന്നെ പൂജാമുറി പോലത്തെ അതുണ്ടായിരുന്നു, അത് നോക്കായിരുന്നു. അതിന് അത്യാവശ്യം വില കുറവായിരുന്നു. പിന്നെ സോഫ നോക്കായിരുന്നു, സോഫയിൽ ഇരുന്നൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ പോയത് ടോയ് മേടിക്കാനാണ്. അവളെപ്പോൾ എവിടെ വന്നാലും ടോയ് മേടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ മിനി ഫാനില്ലേ, മിനി ഫാനാണ് അവൾ നോക്കുന്നത്. ഓരോ ഫ്രൂട്ടിൻ്റെ ഷേപ്പിലുണ്ട്, പൈനാപ്പിൾ, ഗ്രേപ്പ്, സ്ട്രോബെറി, കിവി. അപ്പോൾ അവൾ മേടിച്ചത് ഗ്രേപ്പാണ്. പിന്നെ ഒരു ഞെക്കുന്ന പോലത്തെ ഒരു ടോയ് ഉണ്ടായിരുന്നു, അതമ്മ മേടിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബബിൾസ് ഉണ്ടായിരുന്നു, അതിന് കുറച്ച് റേറ്റ് ഉണ്ടായിരുന്നു, 200 സംതിങ് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് മേടിച്ചില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ബബിൾ വരുന്നതാണ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ ഫാനാണ്, ഇവളെ കയ്യിലുള്ള ഫാനാണ് ഇവൾ മേടിച്ചത്. നല്ല കാറ്റുണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ കമ്മൽ, മാല അതൊക്കെ നോക്കാൻ പോയി. മാല അവൾ പൊതുവെ ഇടുന്നുണ്ട്, ഞാൻ ഇടാറില്ല, എനിക്കിഷ്ടമല്ല മാലയില്ല. അപ്പോൾ അവൾ മാല നോക്കുന്നുണ്ട്. പിന്നെ കുറേ ക്ലിപ്പ്, കമ്മൽ അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കുമായിരുന്നു. അത്യാവശ്യം വിലക്കുറവാണ് ഇവിടെ, അതുകൊണ്ട് അതൊക്കെ നോക്കുമായിരുന്നു. മാലയും കമ്മലും. ഞാൻ 2 മാല എടുത്തു. പിന്നെ ഒരു കണ്ണട സ്പെക്സ് എടുക്കാൻ വന്നു, ട്രാൻസ്പെറൻറ്റ്. അവളിട്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ് എടുക്കാൻ വന്നത്. ഞാൻ മേടിച്ചുകൊണ്ട് അവൾക്ക് മേടിച്ച് കൊടുത്തില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ അവൾ ഇവിടുന്ന് മേടിക്കാൻ തന്നെ, ഇവിടെ വിലക്കുറവായതുകൊണ്ട് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് മേടിച്ചു. പിന്നെ ഹലുവ ഉണ്ടായിരുന്നു, എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. എന്താ തൊപ്പി ആയിക്കോട്ടെ, ചെരുപ്പായിക്കോട്ടെ, പിന്നെ ഈ പാറ്റേനൊക്കെ കളയുന്ന മരുന്നായിക്കോട്ടെ, എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പിന്നെ നൊസ്റ്റാൾജിയ മിഠായികളുണ്ടായിരുന്നു അവിടെ, കുറേ നൊസ്റ്റാൾജി മിഠായികളുണ്ടായിരുന്നു. എല്ലാത്തിനും 20 രൂപയാണ്. അങ്ങനെ കുറച്ച് നൊസ്റ്റാൾജി മിഠായിയൊക്കെ മേടിച്ചു. പിന്നെ പെന്ന്, പെൻസില്, ഓരോ ഷേപ്സിലുള്ള പെന്ന്, പെൻസില്, സ്കട്ടർ, ഇറേസറൊക്കെ ഇല്ലേ, അതൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് അങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭാവിയിൽ പഠിക്കേണ്ട സയൻസില്ലേ, സയൻസിനെ കുറിച്ചിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ. സയൻസിൽ പഠിക്കേണ്ടതും സയൻസിൽ പഠിക്കാൻ പോകുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാൽ സയൻസിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുകയാണ്. അതിൻ്റെ അകത്ത് വായിക്കാനും കുട്ടികളുടെ ഓരോ കുഞ്ഞി ആഫ്റ്റർ ബോൺ ബേബീസിൻ്റെ ഇതാണ്, കുഞ്ഞി ബേബീസിൻ്റെ ഓരോ ഇതാണ് പഠിക്കാനുള്ളത് തന്നെയാണ്. സയൻസിലൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ അത് നോക്കുകയാണ്. നന്ദുവിന് സയൻസ് പഠിക്കാനുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ നോക്കുകയാണ്. 8 മാസം പ്രായമുള്ള ട്വിൻസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അവിടെ കാണാൻ. പിന്നെ ബാഗ് വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു, ബാഗ്സ്, സ്കൂൾ ബാഗ്സൊക്കെ വെക്കുന്ന ഭയങ്കര വിലക്കുറവായതുകൊണ്ട് അവിടെയൊക്കെ പോയി. പക്ഷെ അവിടെ നിന്ന് ബാഗൊന്നും മേടിച്ചില്ല. പിന്നെ ബജ്ജിയൊക്കെ ഉണ്ടാവില്ലേ, ബജ്ജി, കോളിഫ്ലവർ ബജ്ജി, അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. പിന്നെ അവൾ പോയത് ഐസ്ക്രീം മേടിക്കാനാണ്. അങ്ങനെ ആളില്ലായിരുന്നു, അധികം തിരക്കില്ലായിരുന്നു. അങ്ങനെ അവൾ ഐസ്ക്രീം മേടിക്കുകയാണ് അവിടുന്ന്. അമ്മ വാനിലയും അവൾ എപ്പോൾ ചോക്ലേറ്റാണ് കഴിക്കാറ്. അങ്ങനെ വാനില സ്കൂപ്പും ചോക്ലേറ്റുമാണ്, കോൺ ഐസ്ക്രീമാണ് കേട്ടോ മേടിച്ചത്. അമ്മക്ക് വാനിലയും അവൾക്ക് ചോക്ലേറ്റുമാണ്. അവൾക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അമ്മക്ക് വാനിലയും. അങ്ങനെ അവൾ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുകയാണ്. പിന്നെ ഗെയിം സെക്ഷനിലേക്ക് പോയി. ഇങ്ങനെ ബോൾസൊക്കെ ഇട്ട് വീഴ്പ്പിച്ചാൽ കുറച്ച് സംഭവങ്ങൾ കിട്ടും, അവിടെ കൊടുത്തിരിക്കുന്ന ആ പ്രൈസ് കിട്ടും. അങ്ങനത്തെ ഗെയിംസൊക്കെ കളിച്ചു അവൾ. ആ യെല്ലോ ബാസ്ക്കറ്റിലുള്ള ബോൾസ് വെച്ചിട്ടാണ് കളിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു നമ്പർ വീണാൽ ആ നമ്പറിലുള്ള ഐറ്റം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ തരും, നമുക്കത് ഗിഫ്റ്റായിട്ട് കിട്ടും. പക്ഷേ ഇവൾ കളിച്ചപ്പോൾ ഒന്നും കിട്ടിയില്ല.
ടോട്ടല് 19-16 വന്നത്. അപ്പോൾ 16 അങ്ങനെ ഇല്ല, 23, 19 അങ്ങനെയൊക്കെ ഉള്ളത്. അവൾക്ക് 16 കിട്ടിയത്, അതുകൊണ്ട് കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ഫുൾ നല്ലോണം കളിക്കുന്നുണ്ട്. 6 വീപ്പിക്കാൻ നോക്കിയാൽ കുറേ, പക്ഷേ 6 ഒന്നും വീണത്, അതുകൊണ്ടൊന്നും കിട്ടിയില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് നടന്നപ്പോൾ ഗെയിം മറ്റേ ഞങ്ങളുടെ ഈ ഇതൊക്കെ ഇല്ല, ആകാശത്തോണി, ജയൻറ്റ് വീല്, അങ്ങനെ കളിക്കേണ്ട സംഭവങ്ങളിലെത്തി. അങ്ങനെ അധികം ആളില്ലാതുകൊണ്ട് ഒന്നിലും കയറി ആരും ഇല്ലായിരുന്നു, അധികം ആളില്ലായിരുന്നു. പിന്നെ അവൾ പോപ്കോൺ മേടിക്കാൻ പോയി. എവിടെ ചെന്നാലും അവൾ പോപ്കോൺ കഴിക്കും, പോപ്കോൺ ഫേവറേറ്റാണ്. അങ്ങനെ പോപ്കോൺ മേടിക്കാൻ പോയി. ഒരു റൈഡ്സിലും അവൾ കയറിയില്ല, ഒറ്റക്കായിരുന്നു, അങ്ങനെ ആളില്ലായിരുന്നു, അതുകൊണ്ട് റൈഡ്സിലൊന്നും കയറിയില്ല. പോപ്കോൺ മേടിക്കാൻ പോയി. പിന്നെ ഈ ഓടുന്ന ഡ്രാഗൻ്റെ വണ്ടിയിൽ അത് വെറുതെ ഓടിക്കുന്നതാണ്, അതിൻ്റെ അകത്ത് അവൾ കയറിയില്ല, ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ പോപ്കോൺ ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇങ്ങനെ അത് അമ്മ ഷൂട്ട് ചെയ്യാണ് പോപ്കോൺ ഉണ്ടാക്കുന്നത്. അങ്ങനെ നോർമൽ പോപ്കോണാണ് മേടിച്ചത്, അവൾക്ക് നോർമലാണ് ഇഷ്ടം. ഞാൻ നോർമൽ പോപ്കോൺ മേടിച്ച് അത് കഴിച്ചുകൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പം അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് എക്സിറ്റിലേക്ക് പോവാണ്, കാഴ്ചയുടെ എക്സിറ്റിലേക്ക് പോവാണ്. ബൈ ബൈ ഒക്കെ കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിരുന്നു. അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഇതായിരുന്നു എന്നാണ് പറഞ്ഞ്. അടിപൊളിയായിരുന്നു. എനിക്ക് പോകാത്തതിന് സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബാംഗ്ലൂർ വണ്ടറിലൊക്കെ പോയി അടിച്ചു പൊളിച്ചു. പിന്നെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പോയായിരുന്നു, അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നുകൂടി പോവാണ്, കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോ പോയി. ഫസ്റ്റ് എസ്കലേറ്ററിൽ കയറിയിട്ട് മുകളിലേക്ക് പോവാണ്. മുകളിൽ ഞങ്ങൾ കയറിയായിരുന്നു, പക്ഷേ അവിടെ കയറിയപ്പോൾ ഞങ്ങൾ അധിക സ്ഥലത്തൊന്നും അവിടെ കയറിയില്ല. അവിടെ ഒരു മസാജിങ് സെൻറ്റർ പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു, മസാജ് ചെയ്യേണ്ടത്. അപ്പം അവിടെ കയറി, അമ്മയാണ് കയറിയത്. അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല സുഖം ഉണ്ടായിരുന്നില്ല. അമ്മക്ക് ചിരി വരുന്നുണ്ട് വീഡിയോൻ്റെ അകത്ത്, അടിപൊളി എന്നൊക്കെ അമ്മ പറയുന്നത്. അപ്പോൾ റിലാക്സ് ഓൺ 60 മിനിറ്റ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ ആണ്, അടിപൊളിയായിരുന്നു. ഇവർക്ക് ചിരി വരുന്നുണ്ട്, നല്ല അമ്മക്ക് ഭയങ്കര റിലാക്സിങ് ഒക്കെ കിട്ടി, ഭയങ്കര മസാജൊക്കെ ആയിരുന്നു. അമ്മക്ക് ചിരി വരുന്നുണ്ട് മസാജ് ചെയ്യുമ്പോൾ. വീഡിയോൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാണ്, അടിപൊളിയായിരുന്നു എന്ന് അമ്മ പറഞ്ഞാൽ അമ്മക്ക് ഇഷ്ടപ്പെട്ടു പോലും. ഇങ്ങനെ KFC അതൊക്കെ കാണിച്ചു, പക്ഷേ KFC കഴിച്ചിട്ടില്ല. അവിടെ ഫുള്ളൊന്ന് കാണിച്ചതാണ്. പിന്നെ അവിടെ കുറേ ഷോപ്സൊക്കെ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ, കഴിഞ്ഞ വീഡിയോയിൽ വന്നപ്പോൾ ഇതൊന്നും ഓപ്പൺ അല്ലായിരുന്നു, പക്ഷേ ഇപ്പം കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത എസ്കലേറ്റർ കയറിയിട്ട് ഇവർ 3rd ഫ്ലോറിലാണ് പോയത്. 3rd ഫ്ലോറിൽ എന്താ ഉണ്ടായത്, കളിക്കാൻ പ്ലേ സ്റ്റേഷൻ ആയിരുന്നു 3rd ഫ്ലോറിൽ. അവിടുന്ന് വീഴാൻ നോക്കി, പക്ഷെ ആരും കണ്ടില്ല. വീഡിയോൻ്റെ അകത്ത് ഞാൻ കണ്ടു. ഇപ്പം അങ്ങനെ 3rd ഫ്ലോറിൽ പോയി. അവിടെ തന്നെയാണ് ഫുഡ് കോർട്ടും പിന്നെ പ്ലേ സ്റ്റേഷൻ അവിടെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവളെ ഒന്നിനും കയറ്റിയില്ല, അതിൻ്റെ ദേഷ്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ പറഞ്ഞു ഞാൻ എല്ലാത്തിലും കയറും, അങ്ങനെ എല്ലാത്തിലും കയറ്റണം എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് അമ്മ അവിടെ ടിക്കറ്റ് എടുക്കാൻ പോയി, കാർഡ് മേടിച്ചു, അവിടുത്തെ കാർഡ്. പിന്നെ ഇവിടെ എന്തോ IQ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ കളിക്കുകയാണ്. ഇത് സെലക്ട് എന്താ വന്നത്, അപ്പോൾ അവിടെ സെലക്ട് കിട്ടിയ ആ സംഭവം നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ അവൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ അകത്ത് കുറേ ടിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ അകത്തുനിന്ന്. പിന്നെ എന്താ സംഭവം ഒന്നും മനസ്സിലായിട്ടില്ല. ഇങ്ങനെ സ്റ്റാർട്ട് പോയിന്റിൽ തന്നെ ലാസ്റ്റ് എത്തി. പിന്നെ അതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കി, ഒന്നും കിട്ടിയിട്ടില്ല. ടിക്കറ്റ്സ് ഗിഫ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ സമയം അവിടെ നോക്കി എന്തെങ്കിലും ഉള്ളിൽ നിന്ന് വരുന്നുണ്ടോയെന്ന്, പക്ഷെ ഒന്നും വന്നിട്ടില്ല. ടിക്കറ്റ്സ് ഒന്നും വന്നിട്ടില്ല അവിടുന്ന്. എന്താ കളിയെന്ന് മനസ്സിലായിട്ടില്ല, എന്താ കളിക്കേണ്ടതെന്ന് മനസ്സിലായി. വെറുതെ ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു, അത്രേ അറിയൂ. ഇതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല. ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. ടിക്കറ്റിന് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ ടിക്കറ്റ്സ് കിട്ടിയാൽ ഞങ്ങൾക്ക് ആ ടിക്കറ്റ്സ് കൊടുത്തിട്ട് അവിടുന്ന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടും. ആ ടിക്കറ്റ്സ് എത്രയാണ് ഉള്ളത്, അപ്പോൾ ആ പ്രൈസിൻ്റെ ഗിഫ്റ്റ് കിട്ടും. ടിക്കറ്റ്സ് നോക്കണം. അങ്ങനെ ടിക്കറ്റ്സ് കിട്ടിയില്ല, അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ്സ് ഇല്ലായിരുന്നു. ഇവൾ കളിച്ചപ്പോൾ അതിൽ അതുകൊണ്ട് ടിക്കറ്റ്സ് കിട്ടിയില്ല. പിന്നെ അടുത്ത ഗെയിം കളിക്കാൻ പോയി. അടുത്ത ഗെയിമിൽ അവൾ ഒറ്റയ്ക്കല്ല കളിച്ചത്, അമ്മയും കളിച്ചായിരുന്നു. അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ, അമ്മ കളിച്ചായിരുന്നു. അമ്മ കളിക്കുമ്പോൾ നമുക്ക് പിടിക്കാൻ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അമ്മയുടെ കൈ മാത്രം ഇങ്ങനെ ക്യാമറയിൽ കാണുന്നത്. പിന്നെ ഗെയിം കളിക്കാൻ വേണ്ടി പോയി അവരുണ്ടാളും അവിടുന്ന് ചെയ്യലായിരുന്നു, കാർഡ് വെച്ചിട്ട് സ്വൈപ്പ് ചെയ്യലായിരുന്നു. അപ്പോൾ ഇതാണ് കളിക്കാൻ പോയത്. അമ്മ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ബാലൻസ് ഉണ്ടായിട്ടില്ല. അമ്മയാണ് കളിക്കുന്നത് ഇവിടെ. ഇത് അടിപൊളി ഗെയിം കേട്ടോ. ഞങ്ങൾ വന്നാൽ എവിടെ പോയാലും ഇങ്ങനെ മാളിൽ കയറി ഇങ്ങനത്തെ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇത് എന്തായാലും കളിക്കാം, മിസ് ചെയ്യാതെ കളിക്കുന്നൊരു ഗെയിമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബോണസ് പോയിൻറ്റ്സിൻ്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു. അത് മുകളിലോട്ടാക്കിയിട്ട് താഴോട്ടാക്കുമ്പോൾ സ്റ്റോപ്പ് ചെയ്യില്ല. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട്
എത്ര പോയിൻറ്റ്സ് ഇടുന്ന ആ ടിക്കറ്റ് കിട്ടും. ടിക്കറ്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. കൂടുതൽ ടിക്കറ്റ്സ് കിട്ടിയിട്ട് ആ ടിക്കറ്റ്സ് കിട്ടുന്നതിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും. ആ പ്രൈസ് വെച്ചിട്ടാണ് ഗിഫ്റ്റ് കിട്ടുക. ഇവക്ക് എത്ര കിട്ടിയേ? 30 കിട്ടിയത്. അപ്പോൾ 30 ടിക്കറ്റ്സ് ഇപ്പോൾ അവളെ കയ്യിലുണ്ട്. 30 ടിക്കറ്റ്സ്. പിന്നെ തവളയുടെ തല അടിച്ച് പൊട്ടിക്കുന്ന ഗെയിം. അവൾക്ക് ഈ തല അടിച്ച് പൊട്ടിക്കുന്ന ഗെയിം ഭയങ്കര ഇഷ്ടമാണ്. കാരണം വീട്ടിൽ നിന്ന് ഇപ്പോൾ എന്നെ അടിക്കുന്നതുകൊണ്ട് അതിന് ഭയങ്കര എക്സ്പേർട്ടാണ് ഇവൾ. തവളയുടെ തല അടിച്ച് പൊട്ടിക്കുകയാണ്. കൈ കിട്ടാൻ ഒന്നും വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അകത്ത് നിന്ന് ടിക്കറ്റ് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പോയിൻറ്റ്സ് അവിടെ കാണിക്കുന്നുണ്ട്, 37, 38 എന്നൊക്കെ. ആ പോയിൻറ്റ്സാണ് ഇവർക്ക് ടിക്കറ്റായിട്ട് കിട്ടുക. അപ്പം അവിടെ നിന്നും ടിക്കറ്റ് കിട്ടി, കുറേ ടിക്കറ്റ് കിട്ടിയായിരുന്നു. ആ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ തൊട്ട് തലക്ക് അടിച്ച് പൊട്ടിക്കുന്നുണ്ട് തവളയുടെ. ഗെയിം കഴിഞ്ഞു. ഇവൾക്ക് ഗെയിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാൻ ഇഷ്ടമാണ്. ഒന്നിൻ്റെ തല പൊട്ടി പുറത്ത് വീണു, എന്താണെന്നറിയില്ല. പിന്നെ ടോയ്സ് എടുക്കുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. ടോയ്സ് അവൾക്ക് കിട്ടിയില്ല. ടോയ്സ് എടുക്കുന്ന ഗെയിം ഉണ്ടായിരുന്നു, അവിടെ കിട്ടിയിട്ടില്ല. ഞാൻ പോയി എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ബാസ്ക്കറ്റ് ബോൾ കളിച്ചു. വലുതല്ല, ചെറുതാണ് കളിച്ചത്. അവിടെ പ്രായമുള്ള കുട്ടികൾക്ക് കളിക്കേണ്ട ഇതാണ് കളിച്ചത്. വലുതുണ്ടായിരുന്നു, വലുത് കളിച്ചാൽ ഒന്നും കിട്ടില്ല എന്ന് അറിയുന്നുണ്ട്. ചെറുത് കളിച്ചു. അങ്ങനെ ബോൾസ് വന്നു. ബോൾസ് ഓരോന്നും ഇടുന്നുണ്ട്. ഇത് അവൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇവൾക്ക് ഇത് കിട്ടും. കാരണം പിന്നെ ബാക്കിയൊന്നും അവിടെ നിന്ന് വരുന്നില്ല. ബാക്കിയൊക്കെ സ്റ്റക്കായി അതിൻ്റെ ഉള്ളിൽ. പിന്നെ അവൾ കൈയിട്ടൊക്കെ എടുക്കുന്നുണ്ട്, സ്റ്റക്കായിരുന്നു, ബാക്കി വന്നില്ല. പിന്നെ അടുത്ത ടോയ് എടുക്കാൻ വേണ്ടി പോയി. അടുത്ത ശ്രമമാണ്, പക്ഷേ അതിലും കിട്ടിയില്ല. അതിലെന്തോ ഒരു അടിപൊളി ടോയാണ്, അത് കിട്ടിയായിരുന്നു, അതിൻ്റെ അകത്ത് വന്നായിരുന്നു. പക്ഷേ എടുക്കുമ്പോൾ വീണ് പോയി താഴേക്ക്. എന്തോ ഡൈനോസറാണ് കിട്ടിയത്. പിന്നെ അടുത്ത ക്യൂബിൻ്റെ ഒരു ഗെയിമായിരുന്നു. ആ ക്യൂബ് കറക്കിയിട്ട് എത്ര പോയിൻറ്റ്സ് കിട്ടുന്നുള്ളത്. പിന്നെ ആൾ ആ ക്യൂബ് കറക്കായിരുന്നു. അപ്പോൾ അവർക്ക് 5 കിട്ടിയത്. 5 അവൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുറേ കിട്ടാൻ വേണ്ടിയിട്ട്. 5 കിട്ടിയത് അവൾക്ക്. 5 ടിക്കറ്റ്സ് കിട്ടി അവിടുന്ന്. അങ്ങനെ ഇവിടുന്ന് കളിച്ചാൽ മൊത്തം കുറേ ടിക്കറ്റ്സ് കിട്ടും. ആ ടിക്കറ്റ്സ് വെച്ചിട്ട് ഞങ്ങൾ കുറേ സാധനം മേടിക്കാം. അങ്ങനെ 5 ടിക്കറ്റ്സ് അവൾക്ക് കിട്ടി. പിന്നെ അടുത്ത ഗെയിം കളിക്കാൻ പോയി. അടുത്ത ഗെയിം എന്തോ വാട്ടർ ഗെയിമായിട്ടാണ് തോന്നുന്നു. അത് കളിച്ച് വേറെ ഒരു ഗെയിം കളിക്കാൻ പോയി. പിന്നെ ഇവർക്ക് കിട്ടിയൊരു ടിക്കറ്റ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റാണ്. എന്നിട്ട് ഇത് സാധനം മേടിക്കണം. അവൾക്ക് ടോട്ടൽ 30, 33 അങ്ങനെ കിട്ടിയ ടിക്കറ്റ്സ്. ടോട്ടൽ 35 ടിക്കറ്റ്സാണ് അവൾക്ക് കിട്ടിയത്. 35 ടിക്കറ്റ്സ് കിട്ടിയത് ഒരു പച്ച പെൻസിലാണ്. അവിടെ കാണുന്ന പെൻസിലിൻ്റെ അകത്ത് ഒരു പച്ച പെൻസിലാണ് കിട്ടിയത്. 35 ടിക്കറ്റ്സ് കിട്ടിയിട്ട് പെൻസിലാണ് കിട്ടിയത്. 30 രൂപയുടെ പെൻസിൽ കിട്ടി, ആ പച്ച കളർ. പിന്നെ അവിടെ റോബോട്ട് ഉണ്ടായിരുന്നു, അതിനോട് സംസാരിക്കാൻ പോയി. അവിടുത്തെ റോബോട്ട് എന്ത് ഞങ്ങൾ സംസാരിക്കുന്ന അത് തിരിച്ച് ഞങ്ങളോട് സംസാരിക്കും. പിന്നെ ബുക്ക് സ്റ്റോർ കയറി. ക്രോസ് വേർഡ് എന്ന് പറഞ്ഞ ബുക്ക് സ്റ്റോർ കയറിയിട്ട് ബുക്ക് നോക്കുമായിരുന്നു. അവൾക്ക് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ബുക്ക് നോക്കുമായിരുന്നു. പക്ഷെ അവിടുന്ന് ബുക്ക് നോക്കുന്നതിനെക്കാട്ടും നോക്കിയത് എന്തോ പെൻസിൽ, റബ്ബർ അങ്ങനത്തെ ടോയ്സൊക്കെ ഉണ്ടായിരുന്നു, അതാണ് നോക്കിയത് ബുക്സിനെക്കാട്ടോ. പിന്നെ അവിടെ കുറേ ടോയ്സും ഉണ്ടായിരുന്നു, പെയിൻറ്റ് ചെയ്യേണ്ട കുറേ ഉണ്ടായിരുന്നു. ആർട്ടുമായിട്ട് റിലേറ്റഡ് കുറേ സംഭവം ഉണ്ടായിരുന്നു അവിടെ. ക്യാൻവാസ് കണ്ടോ, 40 ഷീറ്റ് ക്യാൻവാസ് എടുത്തു. പിന്നെ കുറേ ബുക്സ് ഉണ്ടായിരുന്നു, ഡയറി ഉണ്ടായിരുന്നു. പിന്നെ 224 ഡയറി ഉണ്ടായിരുന്നു, പ്ലാനിങ് ഡയറി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് കുറേ ബുക്സ് നോക്കുകയാണ്, ഏതാ മേടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നോക്കുകയാണ്. കുറേ ബുക്സ് നോക്കുന്നുണ്ട്. മലയാളമാണ് നോക്കുന്നത്, ഇംഗ്ലീഷ് കുറേ ഇവിടെ ഉള്ളതുകൊണ്ട് മലയാളം ബുക്സാണ് നോക്കുന്നത്. പിന്നെ അവിടെ കുറേ ഇതുണ്ടായിരുന്നു, എന്ത് ഗ്ലാസ് ഉണ്ടായിരുന്നു, ബോട്ടിൽസ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാൻവാസാണ് മേടിച്ചത്, ബുക്സ് മേടിച്ചില്ല. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ഓപ്പൺ അല്ലാത്ത സാധനമാണിത്. പക്ഷെ ഇവർ വന്നപ്പോൾ ഇവിടെ ഓപ്പണായി. ചോക്ലേറ്റ്, ഹോട്ട് ചോക്ലേറ്റ് ആണ്, ഹോട്ട് ചോക്ലേറ്റ് വിത്ത് കേക്കാണ് സംഭവം. ഇങ്ങനെ അത് അവൾ ട്രൈ ചെയ്തു. അത് 90 റുപ്പീസാണ്. അപ്പോൾ അത് ട്രൈ ചെയ്താൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ചോക്ലേറ്റ് ലവറാണ്, ഭയങ്കര ചോക്ലേറ്റ് ഇഷ്ടമാണ്. അപ്പം പറഞ്ഞു സോ ഗുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അമ്മക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം എടുത്തില്ല, ബാക്കി മൊത്തം അവളെ അടിച്ചത്. കോട്ടൺ ക്യാൻഡി 50യും ഹോട്ട് ചോക്ലേറ്റ് 90 അവൾ ഹോട്ട് ചോക്ലേറ്റ് ആണ് മേടിച്ചത്. പിന്നെ ചിക്കനിൽ പോയിട്ട് ചിക്കൻ കഴിച്ചു. എന്താ മേടിച്ചത്? ചിക്കൻ പോപ്കോണും ഫ്രഞ്ച് ഫ്രൈസും ഒരു മിനി ബർഗറും പിന്നെ ലൈമുമാണ്, 2 ലൈമുമാണ് മേടിച്ചത്. ഒരു ലൈമും ഒരു മൊയ്റ്റോ ആണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായില്ല, മൊയ്റ്റോ ആണെന്ന് തോന്നുന്നു. പിന്നെ ചിക്കൻ പോപ്കോൺ കഴിക്കുകയാണ്. എനിക്കിതൊന്നും കിട്ടിയില്ല അങ്ങനെ. പിന്നെ അവൾ ഫലൂദ കഴിക്കുന്നുണ്ട്. അമ്മ ഫലൂദ ലവറാണ്, അപ്പോൾ അമ്മ ഫലൂദ മേടിച്ചിട്ടുണ്ടായിരുന്നു.
അവളെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഫലൂദ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്നൊരു സിപ്പ് കഴിച്ചു. പിന്നെ അവിടെ തന്നെ ഓപ്പൺ ചെയ്ത ഗോൾഡിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതൊന്നും ഓപ്പൺ അല്ലായിരുന്നു. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തതാണ്. കുറേ ഗോൾഡ് ചെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നോക്കി ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു, നൈസ് പോലത്തെ ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു, ഗോൾഡ് ചെയിൻസ് ഉണ്ടായിരുന്നു, ഇയറിങ്സ് ഉണ്ടായിരുന്നു. വെറുതെ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. മേടിച്ചിട്ടൊന്നുമില്ല, ഒന്നും മേടിച്ചിട്ടില്ല. വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. കുറേ ബ്രേസ്ലെറ്റ്, റിങ്, ബാങ്കിള്, പിന്നെ ഈ നൈസായിട്ടുള്ള മാല, കുടുങ്ങി നിൽക്കുന്ന കുറേ മാല, പിന്നെ റിങ്സാണ് അവിടെ കൂടുതലും ഉണ്ടായത്. റിങ്സ് കളക്ഷൻ അടിപൊളിയായിരുന്നു. പോലെ ഭയങ്കര റിങ് കളക്ഷനാണ്. പിന്നെ ഇയറിങ്സ്, സ്റ്റഡ് പോലത്തെ ഇയറിങ്സാണ്, ലോങ് ഇയറിങ്സ് അല്ല, സ്റ്റഡ് പോലത്തെ ഇയറിങ്സാണ് നോക്കിയത്. അടിപൊളിയായിരുന്നു. സെക്കൻഡ് സ്റ്റഡൊക്കെ നോക്കി അവിടെ കളക്ഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഒന്നും മേടിച്ചില്ല, ഞങ്ങളൊന്നും മേടിച്ചില്ല. ഞാൻ അവിടെ നോക്കുന്നുണ്ട്, ഓരോ റിങ് ഇട്ട് നോക്കുന്നുണ്ട്. ഈ റിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് മേടിച്ചില്ല, ഞങ്ങൾ മേടിച്ചിട്ടില്ല. പിന്നെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, അടിപൊളി കളക്ഷൻസ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്റ്റഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്ദുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അമ്മക്കും ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് മേടിച്ചില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറ്റി ഷാമ്പു മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഷാമ്പു മേടിച്ചു. ഏതാ മേടിച്ച ഷാമ്പു? സൺസിൽക്കിൻ്റെ ഷാമ്പു ആണ് മേടിച്ചത്. ഞങ്ങൾ ക്ലിനിക് പ്ലസ് ആണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ വെറൈറ്റിക്ക് സൺസിൽക്കിൻ്റെ ഒരു ഇത് മേടിച്ചു. പിന്നെ ഫ്രൂട്ട് സെക്ഷനിൽ പോയിട്ട് കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്ട്രോബെറി ആണ് എടുത്തത്. ഞങ്ങൾക്ക് 2 പേർക്കും സ്ട്രോബെറി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സ്ട്രോബെറി എടുത്തു. പിന്നെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിൽ പോയിട്ട് വെജിറ്റബിൾ എടുത്തു. പിന്നെ മീറ്റ് ഉണ്ടായിരുന്നു, കുറേ മീറ്റ്സ് ഉണ്ടായിരുന്നു. അമ്മ എന്താ മേടിച്ചത്? മീനും ഏതൊരു മീനും ആവോലി തോന്നുന്നു, ഏതൊരു മീനും ചിക്കനും മേടിച്ചു. അങ്ങനെ ചിക്കനും മീനുമാണ് മേടിച്ചത്. പിന്നെ ഡ്രീം കേക്കിൻ്റെ സെക്ഷനിൽ പോയി. 229 തന്നെ ആ റേറ്റ്. പക്ഷേ മേടിച്ചില്ല, ഞാൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ മേടിച്ചില്ല. പിന്നെ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ അവിടെ പോയി, ക്യാൻഡീസിൻ്റെ അവിടെ പോയി, എല്ലാം പോയതേ ഉള്ളൂ. അവിടെ നിന്ന് അങ്ങനെയൊന്നും മേടിച്ചില്ല. പിന്നെ കുബൂസ് മേടിച്ചു, മിനറൽ വാട്ടർ മേടിച്ചു, ആട്ടപ്പൊടി മേടിച്ചു, അതൊക്കെ മേടിച്ച് ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. സെക്യൂറ സെൻറ്ററിൽ തന്നെയാണ് വന്നത്. പിന്നെ എല്ലാം മേടിച്ച് കഴിഞ്ഞാൽ അമ്മേനെ മുടിപ്പിച്ചു. അങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം എപ്പോൾ വരിക ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൈഡിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട ഒരു സ്റ്റോറാണ്. ഭരണികളൊക്കെ ഇല്ലേ, ഈ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന ഭരണി, അങ്ങനത്തെ ഭരണി അമ്മ നോക്കായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഭരണിയൊക്കെ ഇങ്ങനെ താഴെ വീണാൽ പൊട്ടുന്ന കുറേ ഭരണിയില്ലേ, അങ്ങനത്തെ ഇഷ്ടമാണ്. ഞങ്ങൾ അതിന് എപ്പോൾ താഴെ വീണ് പൊട്ടുമ്പോൾ അമ്മ കലമ്പ്. അതുകൊണ്ട് അമ്മ ഇങ്ങനത്തെ ഭരണിയാണ് മേടിക്കാറ്. നമുക്ക് ഇങ്ങനത്തെ ഭരണി ഇഷ്ടമാണ്. പക്ഷേ അമ്മ മേടിച്ചില്ല. പിന്നെ ചട്ടികളുണ്ടായിരുന്നു, കുറേ ചട്ടികളുണ്ടായിരുന്നു. അമ്മ ഇങ്ങനത്തെ അമ്മിക്കല്ലുണ്ട്, ആ അമ്മിക്കല്ല് അമ്മ മേടിച്ചു. പിന്നെ ഇത് ഞാൻ മൈസൂർ സൂ പോയ കുറച്ച് ക്ലിപ്സാണ്. വേഴാമ്പൽ പക്ഷീനെ കണ്ടു, പാരറ്റിനെ കണ്ടു, ലവ് ബേർഡ്സിനെ കണ്ടു. ലവ് ബേർഡ്സിൻ്റെ സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാട്ടോ. ലവ് ബേർഡ്സിനെ കണ്ടു. പിന്നെന്താ കണ്ടേ, ഒരു വൈറ്റ് പീക്കോക്കിനെ കണ്ടു. വൈറ്റ് പീക്കോക്കിനെ കാണാൻ ഭയങ്കര രസമായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ആരത്, ഡോങ്കിയാ തോന്നുന്നു, ഡോങ്കി ഉണ്ടായിരുന്നു. പിന്നെ പീക്കോക്കിനെ കണ്ടു. ആൺമയിലാണ് അവിടെ. ആൺമയിലിനെ കണ്ടു. തൊട്ടപ്പുറത്ത് പെൺമയിലും ഉണ്ടായിരുന്നു. പക്ഷെ പെൺമയിലിനെ കിട്ടിയില്ല, പെൺമയിൽ അപ്പോഴത്തേക്ക് നടന്നു കളഞ്ഞു. ആൺമയിലിനെയും പെൺമയിലിനെയും അവിടെ നിന്ന് കണ്ടു. കുറേ പക്ഷീനെ, പിന്നെ ഈ ഡക്ക് എന്തോ ഒരു പക്ഷീനെ കണ്ടു. ഇതാണ് വലിയ എന്തോ കൊക്ക തോന്നുന്നു, ആഫ്രിക്കൻ കൊക്ക, അങ്ങനത്തെ എന്തോ ഒരു കൊക്കാണ്. അപ്പോൾ അതിനൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ അവിടെ പോയി കുറേ ഗൊറില്ലേനൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അടിപൊളി ഗൊറില്ലേനൊക്കെ കണ്ടു. ഗൊറില്ല ഞങ്ങളോട് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കും കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈഗിളിനെ കണ്ടു, പരുന്തിനെ കണ്ടു. പിന്നെ ആരെയുണ്ടേ, പരുന്തിനെ കണ്ടു. പിന്നെ ഞങ്ങൾ ഏതോ ഒരു പക്ഷി, ഇത് പാരറ്റ് തന്നെയാണ്, കളർഫുൾ പാരറ്റാണ്, ഫുൾ കളർഫുൾ പാരറ്റാണ്. ആഫ്രിക്കൻ പാരറ്റ് ഉണ്ടായിരുന്നു, അമേരിക്കൻ പാരറ്റ്, അങ്ങനത്തെ കുറേ പാരറ്റ്സ് ഉണ്ടായിരുന്നു. സംസാരിക്കുന്ന പാരറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ എന്ത് പറഞ്ഞാൽ തിരിച്ചു വരുന്നത് സംസാരിക്കുന്ന പാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കണ്ടു, അവിടെ പുലിയല്ലേ, പുലിയാണ് അവിടെ ഉള്ളത്. പുലീനെ കറക്റ്റ് കിട്ടിയില്ല, എന്നാലും ഞാൻ സൂം ചെയ്തെടുത്തിട്ടുണ്ട്. പുലിയാണ് അവിടെ ഉള്ളത്, പുലിയാണുള്ളത്. പക്ഷെ അതിന് കറക്റ്റ് കിട്ടിയില്ല, അത് അപ്പോഴത്തേക്ക് തിരിഞ്ഞ് നടന്ന് കളഞ്ഞു. അതിൻ്റെ പകുതി കേട്ടില്ല. പിന്നെ അത് ഇങ്ങോട്ടേക്ക് വരുന്ന സീൻ ഞാൻ എടുത്തു. അതിങ്ങനെ നടന്ന് വരികയാണ്, പതുക്കെ നടന്ന് വരികയാണ്. അപ്പോൾ അതിൻ്റെ സീൻ ഞാൻ എടുത്തു. പിന്നെ അറിയണ്ടേ, പിന്നെ സിംഹത്തിനെ കണ്ടു. ചീറ്റപ്പുലിയോ തോന്നുന്നു, ചീറ്റപ്പുലീനെ കണ്ടു. അവിടെ കിടക്കുന്ന ചീറ്റപ്പുലിയാണ്. സിംഹം അടുത്തതാണ്. അവിടെ
കിടക്കുന്ന ചീറ്റപ്പുലി. പിന്നെ ആരെ കണ്ടേ? പിന്നെ അണ്ണാങ്കോട്ടനെ കണ്ടു, സ്ക്വയറലിനെ കണ്ടു. അതിങ്ങനെ ഓടി ചാടി കളിക്കുകയായിരുന്നു, അതുകൊണ്ട് കറക്റ്റ് കണ്ടില്ല. പിന്നെ ഗ്ലാസ്സിലൂട്ടിയാണ് എടുത്തത്, അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. അണ്ണാങ്കോട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയായിരുന്നു. പിന്നെ ആരാ? പിന്നെ ലയണിനെ കണ്ടു, സിംഹത്തിനെ കണ്ടു. അതവിടെ കിടന്നിട്ടുണ്ടായി, സൈലൻ്റ് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞങ്ങൾ നടക്കുന്നത്. പിന്നെ കുറേ മങ്കീസിനെ കണ്ടു. ഞാൻ പറഞ്ഞില്ലേ ഗൊറില്ലേനെ കണ്ടു. ഗൊറില്ല ഇങ്ങനെ ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ നടക്കുക, അങ്ങനെയായിരുന്നു. അടിപൊളിയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൊറില്ലേനെ. അവിടെ ഒരു കുഞ്ഞു ഗൊറില്ല ഉണ്ടായിരുന്നു, അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതിനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ അത് ഓടിപ്പോയി. പിന്നെ കുറേ മങ്കി ഉണ്ടായിരുന്നു, കുറേ കുരങ്ങന്മാരെ കണ്ടു. അങ്ങനെ കുരങ്ങന്മാർക്ക് ഞങ്ങൾ ഫുഡ് ഇട്ട് കൊടുത്തു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഫുഡ് അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തു. ഞങ്ങൾ പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ എലിഫൻറ്റിനെ നോക്കി നടക്കുകയാണ്, പക്ഷേ എലിഫൻറ്റിനെ ഞങ്ങൾ എവിടെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ ജിറാഫിനെ കണ്ടു, സീബ്രേനെ കണ്ടു, കുറേ മൃഗത്തിനെ ഞങ്ങൾ കണ്ടു. ഭയങ്കര രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈസൂർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സൂ വിസിറ്റ് ചെയ്യണം, അടിപൊളിയാണ് സൂ കാണാൻ വേണ്ടിയിട്ട്. കുറേ പഠിക്കാനും കഴിയും കുട്ടികൾക്ക്. ഇങ്ങനെ ഓരോ ബേഡ്സിനെ പറ്റിയിട്ട് കുറേ ഫെദർ കളക്ഷനൊക്കെ നടത്താൻ കഴിയും. അങ്ങനെ ഞാൻ എൻ്റെ കൈ വെച്ച് ക്യാമറ കവർ ചെയ്തത് ഞാൻ കണ്ടില്ല. ഈ വീഡിയോ ഓണായത് ഞാൻ കണ്ടില്ല സംഭവം. കൈ വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുമ്പോഴാണ് കണ്ടത്. എല്ലാം കൂടി എഡിറ്റ് ചെയ്ത് ഇടുമ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നോക്കുമ്പോഴാണ് കണ്ടത് എൻ്റെ കൈ വെച്ചിട്ട്. പക്ഷേ അടിപൊളിയാണ് സൂ, അടിപൊളിയായിരുന്നു. പിന്നെ കുറേ നടക്കാനുണ്ട്, 3 മണിക്കൂർ അങ്ങനെ നടക്കാനുണ്ട്. കുറേ നടന്ന് കാണാനുള്ള കുറേ ബേഡ്സ്, ആനിമൽസ് അതൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സീബ്രേനെ കാണാൻ വേണ്ടി പോവാണ്. അങ്ങനെ സീബ്രേനെ കണ്ട് ഞാൻ അറിയുന്ന പോലെയില്ല ഈ വീഡിയോ ഒന്ന് ഓണായത്. ഞാൻ ലാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് സംഭവം കാണുന്നത്, വീഡിയോ ഓണായത് തന്നെ. പിന്നെ ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ്, ഓരോ ആനിമലിനെ നോക്കി നടക്കുകയാണ്. ഇത് NCCയുടെ ട്രിപ്പായതുകൊണ്ട് തന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു, അപ്പോൾ അവരൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ കണ്ടില്ല ഈ വീഡിയോ ഓണായത് സംഭവം ഞാൻ കണ്ടില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നടന്നിട്ട് ഓരോ ആളെ കാണാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ കണ്ടത് സീബ്രേനെ കണ്ടു, അവിടുന്ന് സീബ്രേനെ കണ്ടു. ജിറാഫ് ലാസ്റ്റ് ആയിരുന്നു, എൻട്രൻസ് എക്സിറ്റിൻ്റെ അങ്ങോട്ടായിരുന്നു ജിറാഫ്. ഞങ്ങൾ കൈയൊക്കെ പിടിച്ച് ഒരുമിച്ച് എല്ലാവരും കൂടി നടക്കായിരുന്നു. ഞങ്ങൾ 3 പേരായിരുന്നു ഒരുമിച്ച് നടക്കുന്നത്. ഞാൻ നേരത്തെ വീഡിയോ കാണിച്ച 3 പേരായിട്ടാണ് ഞാൻ നടന്നത്. പിന്നെ ഞങ്ങൾ ആരെ കാണാനാ പോയി? അവിടെ ഒരു മൃഗം ഉണ്ടായിരുന്നു, ആര്? സീബ്രയല്ല എന്തോ ഒരു മൃഗം, എലിഫൻറ്റിനെ കണ്ടു ഞങ്ങൾ അവിടുന്ന്. എലിഫൻറ്റുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അത് ആഫ്രിക്കൻ എലിഫൻ്റാണ്. അതിൻ്റെ കൊമ്പ് കുഞ്ഞിതായിരുന്നു, ചെറിയ കൊമ്പായിരുന്നു. പിന്നെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഈ വീഡിയോ. ഞാൻ ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സംഭവം കാണുന്നത്, എൻ്റെ കൈ വെച്ചിട്ട് മറഞ്ഞത്. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ ജിറാഫിനെ കണ്ടു. ജിറാഫ് അടിപൊളിയായിരുന്നു. ഇതിൻ്റെ അകത്ത് കറക്റ്റ് കിട്ടിയില്ല, പക്ഷെ ഞാൻ സൂം ചെയ്തെടുത്തു. ഇങ്ങനെ ഞങ്ങളുടെ കൈയൊക്കെ നീട്ടുമ്പോൾ കൈൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ടോട്ടോയ്സ് ഉണ്ടായിരുന്നു, പിന്നെ സ്നേക്ക് ഉണ്ടായിരുന്നു. സ്നേക്ക് ഞങ്ങൾ സത്യം പറയാൻ പേടിച്ചു പോയി. പിന്നെ പിന്നെ കുറേ മാന കണ്ടു. മാനകളൊക്കെ കിടക്കായിരുന്നു, ഫുഡ് കഴിച്ചിട്ട് കിടക്കായിരുന്നു. പിന്നെ ഫൗണ്ടെയിനാണ്, അവിടെയുള്ളൊരു ഫൗണ്ടെയിനാണ്, ഫൗണ്ടെയിനിൽ നിന്ന് വെള്ളം വരുന്നത്. പിന്നെ ഞങ്ങൾ പോയത് മൈസൂർ വൃന്ദാവൻ ഗാർഡനിലാണ്. അവിടെ അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അവിടുത്തെ ഫൗണ്ടെയിനിൽ വരുന്ന വാട്ടറും അതൊക്കെ അടിപൊളിയായിരുന്നു. കുറച്ച് അങ്ങോട്ട് രാത്രി നല്ല ലൈറ്റ്സാണ്, വാട്ടർഫോൾസിന് നല്ല ലൈറ്റ്സൊക്കെ വരുന്നുണ്ട്, അടിപൊളിയായിരുന്നു. ആ വാട്ടർഫോൾസിൻ്റെ ലൈറ്റുള്ള ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അടിപൊളിയായിരുന്നു. അപ്പോൾ ഗാർഡൻ കാണാൻ തന്നെ അടിപൊളിയായിരുന്നു. ഞങ്ങളവിടെ നൈറ്റ് വരെ സ്പെൻഡ് ചെയ്തു, കാരണം അവിടുത്തെ രാത്രിയില്ല ലൈറ്റ് വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ഈ ഫൗണ്ടെയിനിൽ നിന്ന് വാട്ടറൊക്കെ രാത്രിയാകുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഉണ്ടാവും, റെഡ് കളർ, അങ്ങനെ ഓരോ പലതരം കളറിലുണ്ടാവും. പിന്നെ ലാസ്റ്റ് കുറച്ച് ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് അവൾ കാഴ്ച കാണാൻ പോയപ്പോൾ എടുത്ത ഓരോ ഫോട്ടോസാണ്. ചെടിയുടെ എടുക്കുന്നു, ഗൊറില്ലയുടെ എടുക്കുന്നു. പിന്നെ എൻ്റെ വണ്ടർല ട്രിപ്പാണ്, ബാംഗ്ലൂരിലെ വണ്ടർലയിലുള്ള ട്രിപ്പിന് പോയപ്പോൾ എടുത്തതാണ്. വണ്ടർലയിൽ നിന്ന് ഒരു പിക്ക് എടുത്തു. പിന്നെ ചാമുണ്ടി അവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബൈ ബൈ.